ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡോക്ടർ ശശി തരൂർ എംപിയെ ക്ഷണിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വം. അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം, സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവരാണ് ഡോക്ടർ ശശി തരൂരിനെ ക്ഷണിച്ചിരിക്കുന്നത്. മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്താണ് പരിപാടി നടക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം നെടുങ്ങാടിക്കൊപ്പം ശ്രീ എ റഹീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ എ റഹീം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡോക്ടർ തരൂരിനെ ക്ഷണിച്ചതെന്ന കാര്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. എന്താണ് എ റഹീമിന് കൂടുതലായി പറയാനുള്ളത്? ഇതിൽ തരൂർ ഇപ്പോൾ അദ്ദേഹം ഈ ക്ഷണം നിരസിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം മറ്റ് തിരക്കുകൾ പറഞ്ഞ് ക്ഷണം നിരസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ എ റഹീമിന് പറയാനുണ്ട്? ബൽറാം. ഗോപികൃഷ്ണൻ, ഈ ശശി തരൂരിനെ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകം. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തടസ്സങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എ റഹീം എം പി ഇപ്പോൾ ചേരുകയാണ് 24-നൊപ്പം. ഒരു നിർണായകമായ സമയത്താണ് ശശി തരൂരിനെ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനുണ്ടായ ഒരു സാഹചര്യം? സാഹചര്യം തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദമായി മാറിയ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ റിമാർക്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം തന്നെയാണ് ഞങ്ങൾക്ക് ക്ഷണിക്കണമെന്ന് ഉള്ള ആഗ്രഹമുണ്ടായത്. കാരണം അദ്ദേഹം ഇതിന് ഉചിതമാണ്. ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നു. അപ്പോൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒരു എം പി, കേരളത്തിൽ നിന്നുള്ള രാജ്യമറിയുന്ന ഒരാൾ പറഞ്ഞൊരു കമൻറ്റ് നിൽക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തെ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണ് അദ്ദേഹത്തെ പോയി ക്ഷണിച്ചത്. അതിനകത്ത് അസ്വാഭാവികമായി മറ്റൊന്നുമില്ല. കേരളത്തിൻ്റെ പുരോഗതിയിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന അഭിപ്രായമാണ് എല്ലാ കാലത്തും ഡിവൈഎഫ്ഐക്കുള്ളത്. 2016 മുതൽ കേരളത്തിൽ ഗവൺമെൻറ് എടുക്കുന്നൊരു എഫർട്ടുണ്ട്. അത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേൽ അന്താരാഷ്ട്ര ഏജൻസികൾ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2016 മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ പ്രയോറിറ്റി പ്രധാനമായും സാമൂഹ്യ സുരക്ഷ, എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം ഈ മേഖലയിലായിരുന്നുവെങ്കിൽ 2016 മുതൽ ഗവൺമെൻറ് എടുക്കുന്ന ഒരു എഫർട്ട് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുക, കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സൗഹൃദമാക്കി മാറ്റുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ നല്ല മോഡൽ സൃഷ്ടിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖല, ടൂറിസം, ഇങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന വിധമുള്ള ഉൽപ്പാദനകരമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതേസമയം ശശി തരൂരിൻ്റെ ഈ നിലപാടിനെ സംസ്ഥാന നേതൃത്വം, നേതാക്കൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ പരാതി അയച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം റഹീം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ ശശി തരൂരിനെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചതെന്നത് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുമായി വിശദീകരിക്കുകയായിരുന്നു എ റഹീം എം പി.